ഹായ് ഓൾ. ലോമിനൻ്റ് ജോബ് സെക്യൂരിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും നിങ്ങളെപ്പോലെ തന്നെ നമ്മൾ ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഇന്നിപ്പോൾ രാത്രി റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻസിൽ എന്തൊക്കെയാണ് പറയുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പം വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള റാങ്ക്സ് എല്ലാം കിട്ടിയിട്ടുള്ള ആളുകളായിരിക്കും ഇനി ഇതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിലേക്ക് കടക്കാൻ നിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. മുഴുവൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ജോബ് സെക്യൂർ ടീം ഇങ്ങനെ ഒരു വീഡിയോ ഈ രാത്രി തന്നെ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മളെടുത്ത് പഠിച്ചതും അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ഒരുപാട് പേര് ഒരുപാട് എൻക്വയറി ആയിട്ട് വളരെ പാനിക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് എനിക്ക് വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറയാനുള്ളത്, ആരും പാനിക് ആവേണ്ട യാതൊരു ആവശ്യമില്ല. ഓൾമോസ്റ്റ് ഒരു 6 ഡേയ്സിൻ്റെ ഗ്യാപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ റിലാക്സ്ഡ് ആയിട്ട് നല്ല രീതിക്ക് ആലോചിച്ച് ഏത് കോഴ്സാണ് വേണ്ടത്, ഏത് കോമ്പിനേഷനുള്ള കോഴ്സാണ്, ഏത് കോളേജാണ് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആലോചിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിലേക്ക് കടന്നാൽ മതി. യാതൊരു തരത്തിലുള്ളൊരു പാനിക്കായിട്ട് ഡിസിഷൻസും ഈ സമയത്ത് എടുക്കരുതെന്നാണ് എനിക്ക് ആദ്യമായിട്ട് വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഇനി വെബ്സൈറ്റിൻ്റെ ആക്സസ് എന്ന് പറയുന്നത് സിഇയുടെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെയാണുള്ളത്. ഡേറ്റ്സ് ഞാൻ പറഞ്ഞു 21 ഇന്ന് തൊട്ട് 27 രാത്രി 11:59 വരെയാണ് അതിൻ്റെ സമയം വരുന്നത്. നിങ്ങളുടെ യൂസറിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പോർട്ടലിൽ തന്നെയാണിത് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, പല ആളുകളുടെ റിസൾട്ട് ഇപ്പോഴും വിത്ത്ഹെൽഡ് ആണ്. അത് നിങ്ങൾ വളരെ നന്നായി തന്നെ ശ്രദ്ധിക്കണം. അത്തരത്തിൽ വിത്ത്ഹെൽഡ് ആയിട്ടുള്ള ആളുകൾക്കും ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള ചാൻസ് ഇപ്പോൾ തരുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ ഇപ്പോൾ തന്നെ തള്ളിക്കളയരുത്. നിങ്ങൾക്കുള്ള ചാൻസ് ഇപ്പോഴും ഉണ്ട്. ആ ഡേറ്റും വളരെ പ്രധാനമാണ്. 25/7/2025 3 മണിക്ക് മുൻപായിട്ട് നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണം. ഇനിയും നിങ്ങൾക്ക് അതിനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളത് ചാൻസ് പോയി എന്ന് വിചാരിക്കരുത് ഒരിക്കലും. ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുക. അതോടൊപ്പം തന്നെ 25 3 മണിയുടെ മുൻപായിട്ട് നിങ്ങളുടെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഒഫീഷ്യൽ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഒന്നുകൂടെ പറയുകയാണ്. പ്രധാനമായിട്ട് നമ്മുടെ മുൻപിൽ 3 ഡേറ്റുകളാണുള്ളത്. ജൂലൈ 21, ജൂലൈ 27, ജൂലൈ 25. ജൂലൈ 21 ഇതിൻ്റെ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. 27 അവസാനിക്കുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞ വിത്ത്ഹെൽഡ് ആയിട്ടുള്ള ആളുകൾ നോട്ട് ചെയ്യേണ്ട ഡേറ്റ് ആണ് ജൂലൈ 25 3 മണിയാണ്, രാത്രി 12 മണിയല്ല. പ്രത്യേകം നോട്ട് ചെയ്യണം. ജൂലൈ 25 3 മണിയുടെ മുൻപായിട്ട് നിങ്ങളുടെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് വിത്ത്ഹെൽഡ് ആയിട്ടുള്ള റിസൾട്ട് എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യാനുള്ളതെല്ലാം ചെയ്യണം എന്നാണ് പറയാനുള്ളത്. ഈ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു എലമെൻ്റ് ആണ് ഫീ എന്ന് പറയുന്നത്. ഇതിനൊരു രജിസ്ട്രേഷൻ ഫീ വരുന്നുണ്ട്. നിങ്ങൾ അലോട്ട്മെൻറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങളുടെ പോർട്ടലിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷൻ ഫീസിൻ്റെതാണ് കാണുക. അത് 1000 റുപ്പീസാണ് ജനറൽ കാറ്റഗറി വരുന്നത്. ബാക്കിയുള്ള അതർ കാറ്റഗറീസിന് വരുന്നത് OEC SC ST തുടങ്ങിയ കാറ്റഗറിക്ക് 500 റുപ്പീസുമാണ് വരുന്നത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയാനുള്ളത്, നിങ്ങളിത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു 1000 കൊടുത്തിട്ട്, പിന്നീട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി, പിന്നീട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 1000 തിരിച്ച് കിട്ടില്ല. ഇൻ കേസ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, നിങ്ങൾ കൊടുത്ത ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ 1000 റീഫണ്ടബിൾ ആയിട്ടുള്ള എമൗണ്ട് ആണ്. പ്രത്യേകം നോട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ പാർട്ടിസിപ്പേറ്റിംഗ് കോളേജസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 4 ഗവൺമെൻറ് കോളേജസ് ആണ് കേരളത്തിൽ വരുന്നത്. അതിൽ 5 ഇയറിൽ 360 സീറ്റും 3 ഇയറിലേക്ക് വരുന്ന സമയത്ത് 420 സീറ്റുമാണ് വരുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അത്യാവശ്യം നല്ലൊരു റാങ്ക് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് കോളേജ് മാത്രമാണ് നോക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് ഗവൺമെൻറ് കോളേജ് മാത്രം കൊടുത്താൽ മതി. നിങ്ങൾ ഒരിക്കലും പഠിക്കാൻ ആഗ്രഹിക്കാത്തൊരു കോളേജ് ഒരിക്കലും ഈ ലിസ്റ്റിൽ കൊടുക്കരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വൺസ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു കോളേജ് അലോട്ടഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ആ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ നിർബന്ധിതരാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടാത്തൊരു കോളേജ് ആണെങ്കിൽ ലിസ്റ്റിൽ കൊടുക്കാതിരിക്കുക. ഇൻ കേസ് നിങ്ങൾ അങ്ങനെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് അഡ്മിഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലിസ്റ്റിൽ നിന്ന് ഔട്ടായി പോവുകയും ചെയ്യും. നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ കിട്ടാനുള്ളൊരു സാധ്യത ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് കോളേജിലാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ആ കോളേജസ് മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഒരു സംശയം, ഒരു ബോർഡറിൽ നിൽക്കുന്ന റാങ്കിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് കോളേജസും അതോടൊപ്പം തന്നെ 1, 2, 3 സെൽഫ് ഫൈനാൻസിങ് കോളേജ് കൂടെ കൊടുക്കുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സെൽഫ് ഫൈനാൻസിങ് കിട്ടിയാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഹയർ ഓപ്ഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ കിട്ടിയ കോളേജ് അഡ്മിഷൻ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതാണ് ഗവൺമെൻറ് കോളേജസിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. പ്രൈവറ്റിലും ഇതേപോലെ തന്നെ ഇതേ അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിൽ കൂടെ തന്നെയാണ് പോകുന്നത്. 5 ഇയറിൽ വരുമ്പോൾ 30 കോളേജാണ് കേരളത്തിൽ ഗവൺമെൻറ്റുമായിട്ട് സീറ്റ് ഷെയർ ചെയ്യുന്നത്. 3 ഇയറിലേക്ക് വരുന്ന സമയത്ത് 17 കോളേജസുമാണ് വരുന്നത്. ഇതിലേക്കുള്ള അലോട്ട്മെൻറ്റും ത്രൂ കയറാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ
മാനേജ്മെൻറ്റ് സീറ്റ് അല്ലാതെ ക്ലീഡ് റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ കയറാൻ ആഗ്രഹിക്കുന്ന ആളുകളും ഇതേ സെയിം അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിലൂടെ തന്നെയാണ് പോവേണ്ടത്. അതിനായിട്ട് വേറെ അലോട്ട്മെൻറ്റ് ഒന്നും നോട്ടിഫിക്കേഷൻ ഒന്നും റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. അതുകൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നോട്ടിഫിക്കേഷനിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഫീസ് സ്ട്രക്ചർ. ഈ അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിൻ്റെ ഫീ അല്ല, നിങ്ങളുടെ കോളേജിലെ ഫീസ്, അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് വരുന്ന ഫീസിൻ്റെ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 2024-25 ഫീസ് സ്ട്രക്ചറാണ്. ഈ വർഷം അത് കൂടാനും കുറയാനും എല്ലാം സാധ്യതയുണ്ട്. കൂടുകയാണെങ്കിൽ അഡീഷണൽ വരുന്ന പേയ്മെൻറ്റ് കൊടുക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് നോട്ടിഫിക്കേഷനിൽ വളരെ ക്ലിയർ ആയിട്ട് തന്നെ. അപ്പോൾ ആ ഫീസിൻ്റെ ഒരു ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാണാം. ഒരു ഗവൺമെൻറ് കോളേജിൽ കിട്ടുകയാണെങ്കിൽ ആനുവൽ ട്യൂഷൻ ഫീ 1575 ആണ് വരുന്നത്. പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ്ങിൽ കിട്ടിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 1 lakhൻ്റെ അടുത്ത് നിങ്ങൾക്ക് ടോട്ടൽ ഫീ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഈ രണ്ട് എമൗണ്ടുകളും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതുകൊണ്ടാണ് നമ്മളെ കുട്ടികളുടെ അടുത്ത് എപ്പോഴും പറയുന്നത് എന്തുകൊണ്ടാണ് ഒരു ഗവൺമെൻറ് ലോ കോളേജ് ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കണം എന്നുള്ളത്. അത് നിങ്ങൾക്ക് ഇതിനൊറ്റ സ്ലൈഡ് കൊണ്ട് തന്നെ വളരെ പ്രകടമായിട്ടുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇനി ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും കഴിഞ്ഞ വർഷം മോശപ്പെട്ട ഒരു റാങ്കിലേക്ക് പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറയാനുള്ളത് റിപ്പീറ്റ് ചെയ്യാന്ന് പറയുന്നത് ഒരിക്കലും ഒരു മോശപ്പെട്ട കാര്യമല്ല. കഴിഞ്ഞ വർഷം പെട്ടെന്നായിരുന്നു എക്സാം വന്നത്. നിങ്ങൾ വിചാരിക്കുന്നപ്പോൾ നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ എടുത്തിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിക്കൊള്ളണമെന്നില്ല. അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ജോബ് സെക്യൂരിറ്റി റിപ്പീറ്റേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ബാച്ച് 1 ഓൾമോസ്റ്റ് ഫില്ലായിട്ടുണ്ട്, ക്ലോസ്ഡ് ആണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റും വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ സെക്കൻഡ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതും 50% സീറ്റ്സ് ഫിൽഡ് ആണ്. ഇനി വളരെ കുറച്ച് സീറ്റ്സാണ് ബാക്കിയുള്ളത്. അതിലേക്കുള്ള അഡ്മിഷൻസ് നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, നിങ്ങളുടെ മുമ്പിൽ ക്ലീ എന്ന് പറയുന്ന ഒരു എക്സാം മാത്രമല്ല ഒരുപാട് വേറെ എക്സാംസ് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് എല്ലാത്തിലേക്കും കൂടെയുള്ള ഒരു കോച്ചിങ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ജോബ് സെക്യൂറെ കോൺടാക്ട് ചെയ്യുക. നമ്മളിപ്പോഴും നമ്മുടെ ഓഫ്ലൈൻ ബാച്ചിലേക്കും ഓൺലൈൻ ബാച്ചിലേക്കും ഉള്ള അഡ്മിഷൻസ് ഓപ്പൺ ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ അപ് ടു 50% സ്കോളർഷിപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കോൺടാക്ട് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. നോട്ടിഫിക്കേഷനിൽ ഉണ്ടായിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ്. അതിൽ ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട്, അലോട്ട്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് ഈ സർട്ടിഫിക്കറ്റ്സിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളത് ചോദിച്ചുകൊണ്ട്. ആദ്യമേ ഞാൻ പറയുകയാണ്, അലോട്ട്മെൻറ്റിൻ്റെ സമയത്തിൽ ഈ ഒരു ഡോക്യുമെൻറ്റ്സിൻ്റെയും യാതൊരു ആവശ്യവും വരുന്നില്ല. അതിൽ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഡ്യൂറിങ് ദ ടൈം ഓഫ് അഡ്മിഷൻ. നിങ്ങൾ ഈ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് കോളേജ് അലോട്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നിങ്ങൾ ഫിസിക്കലി കോളേജ് പോകുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ട ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ആണ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുള്ളത്. വളരെ ക്ലിയർ ആയിട്ട് നമ്പേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നും കൂടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ 4 ബ്ലോക്കാക്കി മാറ്റിയതാണത്. കീ ഡോക്യുമെൻറ്റ്സ്, ഡാറ്റാ ഷീറ്റ്, നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ, അതുപോലെ തന്നെ SSLCയിലും ബർത്ത് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ കീ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ എന്തായാലും ഇപ്പോൾ തന്നെ റെഡിയാക്കി വെക്കുക. ഐഡൻറ്റിറ്റി ആൻഡ് കണ്ടക്റ്റ്, TC, CC. ഒരുപാട് പേര് ഇതും ചോദിക്കുന്നുണ്ട്. ഞാൻ വേറെ കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ TC കിട്ടിയിട്ടില്ല. പാനിക് ആവേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞല്ലോ. ഓൾമോസ്റ്റ് എന്തായാലും 27th വരെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കൊടുക്കാനുള്ള സമയം തന്നെ നിങ്ങളുടെ മുമ്പിൽ കിടക്കുകയാണ്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ്റെ ഒരു ഡേറ്റ് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള പാനിക്കും ഇപ്പോൾ വേണ്ട. പിന്നെ എലിജിബിലിറ്റി ആൻഡ് മൈഗ്രേഷൻ ആണ് വരുന്നത്. അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ്സ് റെഡിയാക്കി വെക്കുക. സപ്പോർട്ടിംഗ് പ്രൂഫ്സ്, അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെ ഒറിജിനൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. കയ്യിലില്ലാത്ത ആളുകളാണെങ്കിൽ സമാധാനത്തിൽ അത് കയ്യിലേക്ക് എത്തിക്കാനുള്ള പരിപാടികൾ പെട്ടെന്ന് തന്നെ ചെയ്യുക. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് സിഇയുടെ നോട്ടിഫിക്കേഷൻ വളരെ ബ്രീഫായിട്ട് നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CE 2 നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ CE വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് സൈറ്റ് റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് കയറി നോക്കുക എന്തെങ്കിലും അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഇനി എന്തെങ്കിലും കാരണവശാൽ ആ 2 നമ്പറിലും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ദയവേത് ആരും വിളിക്കാതിരിക്കുക. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, സമയം ഒന്നും നോക്കാതെ തന്നെ പല ആളുകളും വിളിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലോ വാട്സാപ്പിലോ എല്ലാം മെസ്സേജ് ചെയ്യാവുന്നതാണ്. നമ്മൾ എന്തായാലും റിപ്ലൈ തരും. നമ്മുടെ സ്റ്റുഡൻസ് അല്ലാത്ത ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും, തീർച്ചയായിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് സംശയങ്ങളും അവർക്കുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളും വളരെ ഫ്രീ ആയിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ. എല്ലാ വിധത്തിലുള്ള സംശയങ്ങളും നമ്മൾ തീർത്ത് തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ റിപ്പീറ്റേഴ്സ് ബാച്ച് 50% സീറ്റ്സ് ഫിൽഡ് ആണ്. വളരെ കുറച്ച് നമ്പർ ഓഫ് സീറ്റ്സ് കൂടെയാണ് ബാക്കി ഇനി ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ റിപ്പീറ്റ് ചെയ്യണം അല്ലെങ്കിൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്ക് വീക്കെൻഡ് ബാച്ച് ഉണ്ട്. +2 അല്ലെങ്കിൽ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ബാച്ചാണ്. സൺഡേസിൽ മാത്രമാണ് ക്ലാസ് ഉണ്ടായിരിക്കുക. അതും നമ്മൾ ക്ലീ എക്സാം വരെ ക്ലാസ് ഉണ്ടായിരിക്കും. സിലബസ് മുഴുവൻ കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങളുടെ +2 പഠനത്തോടൊപ്പം അല്ലെങ്കിൽ ഡിഗ്രി പഠനത്തോടൊപ്പം തന്നെ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാതെയോ ഉടനെ തന്നെ എക്സാം കഴിഞ്ഞ് ഉടനെ നേരെ ക്ലീ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ച് ക്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു കോഴ്സ് കൂടി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ.
ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.